വഴി നടത്തി, താഴ്ചയിലെനിക്കവൻ തണലേകി. താങ്ങി എന്നെ വീഴ്ചയിൽ വഴി നടത്തി, തുടച്ചെന്റെ കണ്ണുനീർ പൊൻകരത്താൽ. തുടിക്കുന്നൻ മനം സ്വർഗ സന്തോഷത്താൽ. തുടച്ചെന്റെ കണ്ണുനീർ പൊൻകരത്താൽ. തുടിക്കുന്നൻ മനം സ്വർഗ സന്തോഷത്താൽ. ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവിനാലവനെ നാം ഘോഷിക്കാം. അവനത്രേ എൻ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. അവനത്രേ എൻ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. നാം ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് കേൾക്കുകയാകുന്നുവല്ലോ. നിങ്ങൾ സ്വാതന്ത്ര്യത്തിന്റെ തികഞ്ഞ ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടുവാൻ ഉള്ളവരെ പോലെ സംസാരിക്കണം, പ്രവർത്തിക്കണം, ചിന്തിക്കണം. അതായത് പുതിയ നിയമത്തിൽ നമ്മൾ പഠിക്കുന്നത് പഴയ നിയമത്തിനെ പോലെയല്ല. പഴയ നിയമത്തിൽ ഒരു മനുഷ്യൻ തെറ്റ് ചെയ്താൽ ആ തെറ്റിന് പരിഹാരമായി ഒരു യാഗം നിശ്ചയിച്ചിട്ടുണ്ട്. ആ യാഗം നിശ്ചയിച്ച് ആ യാഗം കഴിച്ചു കഴിയുമ്പോൾ അതിനൊരു പരിഹാരം വന്നു. അപ്പോൾ അതിന്റെ വിധി വേറെയാണ്. എന്നാൽ പുതിയ നിയമത്തിൽ അങ്ങനെയല്ല. യാഗത്തിലല്ല, കരുണയിലത്ര ഞാൻ പ്രസാദിക്കുന്നത്. അതായത് ഒരു മനുഷ്യൻ താൻ ചെയ്ത തെറ്റ് നിമിത്തം, ഞാൻ അത് തെറ്റ് ചെയ്തു പോയി, ആ തെറ്റ് ചെയ്ത നിമിത്തം തനിക്ക് യഥാർത്ഥത്തിൽ അതിന് പാശ്ചാത്താപമുണ്ടെങ്കിൽ, മാനസാന്തരമുണ്ടെങ്കിൽ, താൻ ചെയ്തു പോയ തെറ്റിനെ കുറിച്ച് യഥാർത്ഥത്തിൽ അതിന് ബോധവും തന്നെ തന്നെ വിധിക്കുന്ന ഒരു അനുഭവം ഉണ്ടെങ്കിൽ, അവൻ ഭൗതികമായിട്ട് അനുഭവിക്കുന്ന ശിക്ഷയേക്കാൾ വലിയ ശിക്ഷ അവൻ അനുഭവിച്ചു കഴിഞ്ഞു. അതാണ് ദൈവം പുതിയ നിയമത്തിലെ വിധിയും പഴയ നിയമത്തിലെ വിധിയുമായിട്ടുള്ള വ്യത്യാസം. ദൈവത്തിന്റെ മക്കളുടെ പ്രത്യേകതയാണ്. അതായത് അവര് ചെയ്ത ഒരു തെറ്റ് നിമിത്തം അവരെ തന്നെ വിധിച്ച് ദൈവത്തിന് മുമ്പാകെ അവരുടെ ഹൃദയത്തെ അവരത്രമാത്രം അത് ദൈവത്തിന്റെ മുമ്പാകെ വിടുതലിനായിട്ട് അപേക്ഷിച്ചുകൊണ്ട് പോകുന്ന അനുഭവമാണ്. അങ്ങനെയുള്ളവരുടെ തെറ്റുകൾ ദൈവം ക്ഷമിച്ചു കൊടുക്കും. അതുകൊണ്ടാണ് നമ്മൾ കാഴ്ചപ്രകാരം വിധിക്കരുത്, കേൾവിപ്രകാരം. ഒരാള് നിന്നുകൊണ്ട് പറയുകയാണ്, എന്തൊക്കെയോ സംസാരിക്കുകയാണ്, അത് പ്രകാരം നമ്മൾ വിധിക്കാൻ പാടില്ല. കേൾവി പ്രകാരമോ കാഴ്ചപ്രകാരമോ വിധിക്കാൻ പാടില്ല. പിന്നെയോ ദൈവം നോക്കുന്നത് അവൻ എന്തുകൊണ്ട് അത് ചെയ്യുന്നു, അവിടെയാണ് വിധിക്കുന്നത്. ഇല്ല എങ്കിൽ നമുക്ക് യാക്കോബിനെ ന്യായീകരിക്കാൻ പറ്റില്ല. യാക്കോബ് സഹോദരനെ വഞ്ചിച്ചു, സഹോദരനോട് ജ്യേഷ്ഠാവകാശം കവർന്നു വാങ്ങി, അപ്പനോട് നുണ പറഞ്ഞു, ജ്യേഷ്ഠന് കിട്ടേണ്ട അവകാശം എടുത്തു. ഇങ്ങനെ യാക്കോബിന്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ നീതീകരിക്കും? ചെയ്തിട്ടുള്ള പ്രവർത്തികൾ വായിച്ചു കഴിയുമ്പോൾ ന്യായപ്രമാണ പ്രകാരം സഹോദരനെ വഞ്ചിച്ച ഒരു കുറ്റം, അപ്പനോട് നുണ പറഞ്ഞ് അപ്പനെ കബളിപ്പിച്ച കുറ്റം യാക്കോബിനുണ്ട്. അത് നിമിത്തം ഈ ശിക്ഷാർഹനാണ്. യാക്കോബ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെടേണ്ടവനാണ്. പക്ഷെ ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവം അവനെ നീതീകരിക്കുകയാണ് ചെയ്തത്. എവിടെ നോക്കിയിട്ട്? എന്തിനാണ് അവൻ ഇതെല്ലാം ചെയ്തത് എന്നുള്ള കാര്യം അന്വേഷിക്കുന്ന ദൈവം നോക്കിയപ്പോൾ എല്ലാം ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ള ആ പ്രതിഫലത്തിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു അവന്റെ ജീവിതത്തിലുള്ള പ്രയത്നം മുഴുവൻ. ഒറ്റ കാര്യത്തിൽ അവൻ നീതീകരിക്കപ്പെട്ടു. അപ്പോ നമ്മള് കേൾക്കുന്നവർ കയറി ദാവീദിനെ വിധിച്ചു, യാക്കോബിനെ വിധിച്ചു, അബ്രഹാമിനെ വിധിച്ചു. ഓരോരുത്തർക്കും വിധിക്കാൻ തക്കതായ തെറ്റ് അവരുടെ കയ്യിലുണ്ട്. പക്ഷെ ദൈവം വിധിക്കുന്നത് അങ്ങനെയല്ല.
ദൈവം വിധിക്കുന്നത് നീതിയുള്ള വിധിയാണ്. അതായത് സ്വാതന്ത്ര്യത്തിന്റെ തികഞ്ഞ ന്യായപ്രമാണത്താലാണ് ദൈവം അന്ത്യവിധി ഒരുക്കിയിരിക്കുന്നത്. ജീവിതം മുഴുവനും കള്ളനായിട്ട് നടന്നു. ജീവിതം മുഴുവൻ കള്ളനായിട്ട് നടന്നതിന് ശേഷം അവസാനം നീതീകരിക്കപ്പെട്ടു. എല്ലാവരും പറയും, എന്നാ പിന്നെ അത് മതിയല്ലോ, മരണസമയത്ത് കർത്താവിനെ നാമത്തെ വിളിച്ചപേക്ഷിച്ചാൽ മതിയല്ലോ. അതല്ല. ഏത് സമയത്തായിരുന്നാലും ഹൃദയപൂർവം ഹൃദയത്തിലേക്ക് ദൈവം നോക്കുമ്പോൾ ആ ഹൃദയത്തിന്റെ ഉദ്ദേശം ജീവനും സമാധാനവുമാണെങ്കിൽ അവൻ നീതീകരിക്കപ്പെട്ടു. അതിന്റെ പരമമായ ലക്ഷ്യത അവൻ ചെയ്യുന്നത് ഏത് കൊടും കൃത്യമായിക്കോട്ടെ, ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ എന്തിനവനാണോ ഇത് ചെയ്യുന്നത് എന്ന് നോക്കുമ്പോൾ ജീവനും സമാധാനവുമാണെങ്കിൽ ദൈവം അവനെ നേർവഴിക്ക് കൊണ്ടുവരും. അതുകൊണ്ട് കർത്താവിന്റെ വചനം പറയുന്നത്, നിങ്ങൾ ആരുടെയും പ്രവൃത്തി കണ്ട് വിധിക്കരുത്, ആരുടെയും വാക്കുകൾ കേട്ട് വിധിക്കരുത്, ആരുടെയും പെരുമാറ്റം അനുഭവിച്ചുകൊണ്ട് വിധിക്കരുത്. നീതിയുള്ള വിധി വിധിപ്പീൻ. കാരണം ഇതിന്റെ എല്ലാറ്റിന്റെയും ഉദ്ദേശം എന്താണ്? എന്താണ് അവന്റെ ഉദ്ദേശം? ഉദ്ദേശം പരിശോധിച്ച് ചെല്ലുമ്പോഴേക്കും ആ ഉദ്ദേശം നല്ലതാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇനി എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്തതിന് ശേഷം തന്റെ ശരീരം ചുടാൻ ഏൽപ്പിക്കും എന്ന് വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് പോലെ അങ്ങനെയെല്ലാം ഏൽപ്പിച്ചതിന് ശേഷം സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് ചെല്ലുമ്പോ ഓർപ്പ രൂത്ത് എങ്ങനെ അമ്മാവി അമ്മയെ ശുശ്രൂഷിച്ചുവോ അതുപോലെ തന്നെ ശുശ്രൂഷിച്ചവളാ ഓർപ്പ. പക്ഷെ അവള് നീതീകരിക്കപ്പെട്ടില്ല. എന്താ കാരണം? അവൾ നീതീകരിക്കപ്പെട്ടില്ല. ഇവളോട് ഇത് ചെയ്യുന്നത് മുഴുവനും, രൂത്ത് ചെയ്തത് മുഴുവനും ഇസ്രായേലിന്റെ ദൈവത്തെ മാനിച്ചിട്ടാണ്. ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് ചെല്ലുമ്പോൾ ഓർപ്പ മുഴുവൻ ചെയ്തപ്പോഴും അവളുടെ അന്തർഭാഗത്ത് അവളുടെ അന്യദൈവം വിട്ടുപോയിട്ടില്ല. അത് രണ്ടും രണ്ടുപേരും ചെയ്ത പ്രവൃത്തി ഒന്ന്. രണ്ടുപേരിലും അമ്മായിയമ്മ പ്രസാദിച്ചതാണ്. അവർ എല്ലാ കാര്യങ്ങളും അംഗീകരിക്കപ്പെട്ടതാണ്. പക്ഷെ സൂക്ഷ്മത്തിലേക്ക് പരിശോധിച്ച് ചെല്ലുമ്പോൾ അതിന്റെ സൂക്ഷ്മ രൂപം എന്ന് പറയുന്നത്, ഇവളുടെ പ്രവൃത്തിക്ക് കാരണം, രൂത്തിന്റെ പ്രവൃത്തിക്ക് കാരണം ഇസ്രായേലിന്റെ ദൈവവും ഓർപ്പയുടെ പ്രവൃത്തിക്ക് കാരണം അന്യദൈവമാകുന്നു. ഇത് തന്നെ നീതീകരണം. അതുകൊണ്ട് നമ്മൾ രൂത്തിനെയും വിധിക്കേണ്ട, ഓർപ്പയും വിധിക്കേണ്ട, ഹൃദയത്തെ അറിയുന്ന ദൈവം വിധിക്കട്ടെ. സ്വാതന്ത്ര്യത്തിന് തികഞ്ഞ ന്യായപ്രമാണത്താൽ നമ്മളും വിധിക്കപ്പെടുമ്പോൾ ഓർത്തുകൊള്ളണം, നമ്മൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിയുടെയും അതിലൊന്നും മയങ്ങുന്നതല്ല കർത്താവ്. ദൈവം അതിന്റെ ഉദ്ദേശം സൂക്ഷ്മ രൂപത്തിൽ അതിന്റെ ഉദ്ദേശം പരിശോധിച്ചു കഴിയുമ്പോൾ അവിടെ പരമാർത്ഥതയുണ്ടെങ്കിൽ, അവിടെ ദൈവഭയമുണ്ടെങ്കിൽ, അവിടെ സത്യദൈവത്തെക്കുറിച്ചുള്ള മനോബോധമുണ്ടെങ്കിൽ ദൈവം പ്രസാദം. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം നമ്മൾ കേട്ടതുപോലെ തന്നെ സ്വാതന്ത്ര്യത്തിന്റെ തികഞ്ഞ ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടുവാൻ നിയമിച്ചിരിക്കുന്നവരെ പോലെ നിങ്ങൾ സംസാരിക്കണം, പ്രവർത്തിക്കണം, ചിന്തിക്കണം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. മുട്ടുകാൽ മുടക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവം നമ്മെ ഇന്ന് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.